ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചു ചെയ്യുന്നത് പുത്തും വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇതൊരു കേരള ബസ് സിമുലേറ്റർ കംപ്ലീറ്റ് ഓൾ ഇൻ വൺ വീഡിയോ ആണ്. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കേരള ബസ് സിമുലേറ്റർ, അതായത് ബസ് സിമുലേറ്റർ കേരളയുടെ ഫുൾ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്ത കുറച്ച് വീഡിയോസിനൊക്കെ ഒരു കോമ്പിനേഷൻ വീഡിയോ ആണ്. അതായത് എല്ലാ വീഡിയോയും ചേർത്ത് ഒറ്റ വീഡിയോ ആക്കി വെച്ചേക്കുന്നതാണ്. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ മതി, നിങ്ങൾക്ക് എല്ലാ സംഭവങ്ങളും മനസ്സിലാവും. അപ്പോൾ ഇതിലെന്തൊക്കെയുള്ളതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരാം. ഒന്ന് കേരള ബസ് സിമുലേറ്റർ നമുക്ക് ഫുൾ ഗെയിമിൻ്റെ എല്ലാ സംഭവങ്ങളും പറഞ്ഞുതരും. പിന്നെ അതേപോലെ തന്നെ അതിലെങ്ങനെ ലിവറി ആഡ് ചെയ്യാം, അതിലെങ്ങനെ മോഡ് ആഡ് ചെയ്യാം, അതേപോലെ തന്നെ ബസ്സുകൾ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ അതേപോലെ തന്നെ അതിൽ ലോറി എങ്ങനെ ആഡ് ചെയ്യാം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽഡും സംഭവങ്ങളും ഈ ഒറ്റ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചു ചെയ്യുന്നത് പുത്തും വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചത് നമ്മുടെ കേരള ബസ് സിമുലേറ്റർ അല്ലെങ്കിൽ ബസ് സിമുലേറ്റർ കേരള എന്ന ആ ഒരു ഗെയിമിൻ്റെ കുറച്ച് അടിപൊളി അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ വന്ന അപ്ഡേറ്റുകൾ രക്ഷയില്ലാത്ത കിട്ടുന്ന അപ്ഡേറ്റുകളാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് ഡീറ്റെയിലായി കാണിച്ചു തരാം. പുതിയൊരു ബസ് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ലിവറികൾ ആഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻ്റർനാഷണലൊക്കെ പോലെ. പിന്നെ ലൈറ്റിങ് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആകെപ്പാടെ മൊത്തത്തിൽ മാറിയിട്ട് അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ വിചാരിക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെയാണ് നമുക്ക് എവിടെ എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ നോക്കാം. അതായത് എന്തൊക്കെയാണ് അപ്ഡേറ്റ് വന്നത്. അപ്ഡേറ്റുകൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കുറച്ച് അടിപൊളി അപ്ഡേറ്റുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഗെയിം ഇവിടെ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പണ്ട് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു ഗെയിം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇതിൽ കുറച്ചും കൂടി പുതിയ അപ്ഡേറ്റുകൾ വന്നപ്പോൾ ഒന്നും കൂടി ഇഷ്ടമായി. അടിപൊളി ഗെയിമായി ടോട്ടൽ. ഇതൊക്കെ ഞാൻ ഇന്നലെ ആഡ് ചെയ്തിട്ടാണ്. കൊമ്പൻ്റെ ലിവറിയൊക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റും. ഇഷ്ടമുള്ള ലിവറികൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഗ്യാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ച ബസ്സാണ്. പിന്നെ ഈ ഒരു ബസ്സാണുള്ളത്. പിന്നെ നമ്മുടെ KSRTC ഉണ്ട്. ഇതാണ് ഏറ്റവും വില കൂടിയത്, 35,000 രൂപയാണ്. അപ്പോൾ ആഡ് കാണുമ്പോൾ 1000 രൂപ കിട്ടും. അപ്പോൾ ഞാൻ ഇന്നലെ മൊത്തം ആഡ് കണ്ട് ഉണ്ടാക്കിയ കാശുകൊണ്ട് വാങ്ങിച്ച ബസ്സാണിത്. പിന്നെ അതിന് ശേഷം ലിവറി ആഡ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും പിന്നെ നൈറ്റ് വ്യൂ കാണിച്ചത്. നൈറ്റ് വ്യൂ രക്ഷയില്ല, കണ്ട ഫുള്ള് ലൈറ്റിങ് സെറ്റപ്പൊക്കെയാണ്, അടിപൊളിയാണ്. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെന്താണ്, പിന്നെ വേറെ കുറച്ച് ലിവറികൾ, ഇതിൽ ഓൾറെഡി ഉള്ള ലിവറികളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ജയ്ഗുരു ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് എടുക്കാം. സ്കിൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇതേപോലെ സ്കിന്നൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സംഭവങ്ങൾ സെറ്റിങ്സ് ഇതൊക്കെയാണ്. ഞാൻ എല്ലാം ഹൈ ആക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ നൈറ്റ് മോഡാണ് ഇട്ടേക്കുന്നത്. കാരണം നൈറ്റിൽ നമുക്ക് ആ ഒരു ലൈറ്റിങ് സെറ്റപ്പ് കാണാൻ പറ്റും. അപ്പോൾ അത് കാണിച്ചതിന് ശേഷം ഞാൻ ഡേ മോഡ് ഇട്ടിട്ട് ഡേയിൽ വണ്ടി ഓടിക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ലൈറ്റ് സംഭവം ഇതിപ്പോൾ ഗെയിം ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ലൈറ്റൊക്കെ ഒന്ന് ഓൺ ആക്കട്ടെ. അപ്പോൾ ഇത് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. 360 ഡിഗ്രി വ്യൂ ആണിത്. അപ്പോൾ ഇത് മൊത്തം ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. നല്ല എന്താ പറയുക, ഒറിജിനാലിറ്റി രക്ഷയില്ല. അടിപൊളി ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും ഗെയിമിൽ മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഇൻറ്റീരിയർ കാണിച്ചതാണ്. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു സ്ഥലം ഇതാണ്. അവിടെ വലിയ ലൈറ്റിങ് സംഭവങ്ങളൊന്നുമില്ല. ലൈറ്റിങ് മൊത്തം പുറത്തൊക്കെയാണ്. പിന്നെന്താണ്, ഹെഡ് ലൈറ്റ് കാണിച്ചതാണ്. ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത്. ഇതാണ് മൊത്തത്തിൽ ലൈറ്റിങ് സെറ്റപ്പൊക്കെ ആകെ ടോട്ടൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഡേ മോഡ് ഇട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഞാൻ പറഞ്ഞില്ല, ആകെപ്പാടെ മൊത്തത്തിലൊന്ന് മാറിയിട്ട് ഫുള്ള് നല്ല ക്വാളിറ്റി ആയിട്ട് ആകെപ്പാടെ. മറ്റേ ബസ്സൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി ഉണ്ട്. നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അതിന് മുന്നേ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിയറിങ്. ഇതാണ് പുറത്തുനിന്നുള്ള ലുക്ക്. അപ്പോൾ ഇങ്ങനെ കുറച്ച് പിന്നെ 360 ഡിഗ്രി ലുക്ക് ഉണ്ട്. അപ്പോൾ ഇത്രയും ലുക്കുകളാണ് നമ്മുടെ ഉള്ളത്. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇടുക, ഡ്രോൺ വ്യൂ എടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡ്രോണിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റും. ഇതേപോലെ മുകളിലോട്ട് ഇങ്ങനെ പോവുക. അതിന് ശേഷം താഴത്തോട്ട് നോക്കാം. അപ്പോൾ ശരിക്കും ഡ്രോണിലത്തെ ആ വ്യൂ കിട്ടും. അപ്പോൾ ഇതൊരു പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നതാണ്. അപ്പോൾ ഡ്രോൺ വ്യൂ കൊള്ളാം. എന്തായാലും നമുക്ക് ഇതേപോലെ ബസ്സിൻ്റെയും സംഭവങ്ങളിലൊക്കെ ഡ്രോൺ വ്യൂ കിട്ടും. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാകെ എടുക്കുന്നതാണ് നമ്മുടെ ബസ്. അപ്പോൾ ആദ്യം തന്നെ ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം ഡ്രൈവ് ഇടുക. അതിന് ശേഷം ഓടിച്ചു തുടങ്ങുക. അതിന് ശേഷം പാർക്കിംഗ് ബ്രേക്ക് മാറ്റണം, ഞാൻ മറന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ വണ്ടി. നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ഇട്ട് ഓടിക്കുക, അതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു വ്യൂവിലാണ് ഞാൻ ഇപ്പോൾ ഓടിക്കാറ്.
അപ്പോൾ ഇങ്ങനെ ഓടിച്ച് പോകാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, അതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡിലായിട്ട് ഡോറ് ജസ്റ്റ് ഇതമർത്തി ഇതേപോലെ ഓപ്പൺ ആവും. അപ്പോൾ അത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഗെയിം ടോട്ടൽ മൊത്തത്തിൽ രക്ഷയില്ല, ആകെ മൊത്തത്തിൽ അടിപൊളി ഗെയിമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ലിവറി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉള്ള വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം. ഇത് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ അത് നാളത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ. നമ്മുടെ ബസ് സിമുലേറ്റർ കേരളയുടെ, അതായത് കേരള ബസ് സിമുലേറ്ററിൻ്റെ ആ ഒരു ഗെയിമിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലിവറി ആഡ് ചെയ്യുന്ന വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൻ്റെ ലിവറികൾ, കൊമ്പനോ വണ്ണസോ ജയ്ഗുരു അങ്ങനെ ബസ്സിൻ്റെ ലിവറികളൊക്കെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇൻഡോനേഷ്യയിലൊക്കെ ആഡ് ചെയ്യുന്ന പോലെ ഈ ഒരു ഗെയിമിൽ ഇപ്പോൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അറിയിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ വിളിയാം. അതെങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ലിവറി ഡൗൺലോഡ് ചെയ്യാനുള്ള 2 ലിങ്ക് താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൊമ്പൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ജയ്ഗുരുവിൻ്റെയും. കൊമ്പൻ്റെ ഈ ഒരു വീഡിയോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇതിൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും. ലിവറി ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡ്രൈവാണ്. അപ്പോൾ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് ലിവറി ലിങ്ക് എടുക്കുക. അപ്പോൾ ഇതേപോലെ ഓപ്ഷൻ വരും, ഡ്രൈവ് ഓപ്പൺ ആയിട്ട് വരും. നേരെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അത്രയുള്ളൂ. അതിനുശേഷം നമ്മുടെ ബസ്സിൻ്റെ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. നമ്മുടെ കേരള ബസ് സിമുലേറ്റർ ഓപ്പൺ ചെയ്യുക. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സ്കിൻ എന്നുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ പ്ലെയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ BSK3 നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് എടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് സ്കിൻ എന്നുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ ഏതാണോ ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള സംഭവം അത് ആഡ് ആയിട്ട് അതിനുശേഷം നമ്മുടെ ഗാരേജ് എടുക്കുക. ഗാരേജ് എടുക്കുമ്പോൾ നമ്മുടെ ബസ് BS3 ആണ് നമ്മളിപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെ സ്കിൻ എന്നുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സ്കിന്നുകളൊക്കെ ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഇവിടെ 500 രൂപ കൊടുത്ത് അപ്ലൈ ചെയ്യാം. അത്രയുള്ള സംഭവം. അപ്പോൾ ഇവിടെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ നൈറ്റിലത്തെ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് സ്കിന്നൊക്കെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈസിയാണ്, ഭയങ്കര സിമ്പിളാണ് പരിപാടി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതേപോലെ സ്കിന്നൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്തി ചോദിക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. അപ്പോൾ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സംശയം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ഒരു വീഡിയോ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ്. അതായത് ഞാൻ കേരള ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ചെയ്ത് കുറേ ഡൗട്ടുകൾ എനിക്ക് മെസ്സേജായിട്ടും കമൻറ്റായിട്ടൊക്കെ ഇഷ്ടംപോലെ ഡൗട്ടുകൾ കുറേ പേര് ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാ ഡൗട്ടുകളും ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്ന ചാനൽ അറിയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അത് നോട്ടിഫിക്കേഷൻ അങ്ങനെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം തന്നെ ഗെയിമിൻ്റെ പേര് പറഞ്ഞുതരാം. കുറേ പേര് ഗെയിമിൻ്റെ പേര് പിന്നെയും ചോദിക്കേണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗെയിമിൻ്റെ പേര്, ബസ് സിമുലേറ്റർ കേരള. ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക, ബസ് സിമുലേറ്റർ കേരള എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ വരും. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 4.5 സ്റ്റാർ റേറ്റിങ്ങും 1 മില്യൺ പ്ലസ് ഡൗൺലോഡ്സും സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു iOS അതായത് ആപ്പിളിൽ കിട്ടുമെന്ന്. അത് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ആപ്പിളിൽ ഇല്ല എന്നാണ് കാണിച്ചത്. അപ്പോൾ ജസ്റ്റ് ആപ്പിൾ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്തുന്ന കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല. ഗൂഗിളിൽ അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ ഇനി എന്തായാലും ഗെയിം ഓപ്പൺ ചെയ്തിട്ട് ബാക്കി സംഭവങ്ങൾ പറഞ്ഞുതരാം. പിന്നെ വേറെ കുറേ പേര് ചോദിച്ചത് സംഭവം എന്താ വെച്ചാൽ ഓഫ്ലൈനാണോ ഓൺലൈനാണോ എന്നാണ്. ഇത് ഓൺലൈൻ ഗെയിമാണ്. നെറ്റ് ഓഫ് ചെയ്തിട്ട് ഇത് വർക്ക് ആവണില്ല. പണ്ടൊക്കെ ഇത് ഓഫ്ലൈൻ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഞാനിപ്പോൾ നെറ്റ് ഓഫ് ചെയ്തിട്ട് ഓണാക്കി നോക്കിയപ്പോൾ കിടന്ന് ലോഡിങ് ആവുന്നല്ലാണ്ട് ഇത് ഓപ്പണായി വരുന്നുണ്ടായില്ല. അപ്പോൾ ഇപ്പോൾ ഓൺലൈനാണ് ഗെയിം. പിന്നെ അതേപോലെ തന്നെ ഇതിലുള്ള ഓപ്ഷൻസ് പ്ലേ, ഗാരേജ്, സ്കിന്ന്, സ്റ്റോറ്, സെറ്റിങ്സ്, ഹെൽപ്പ്, എക്സിറ്റ്. പിന്നെ സെറ്റിങ്സ് എടുത്താൽ ഗ്രാഫിക്സ് ഹൈ ആണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ കൺട്രോൾസ്, വീലുണ്ട്, ബട്ടൺ ഉണ്ട്, ടിൽറ്റ് ഉണ്ട്. പിന്നെ വെഹിക്കിൾസ് ഓട്ടോമാറ്റിക്കാണ്, മാനുവലാണ്, മിറർ, പിന്നെ ഓഡിയോ, പിന്നെ ഡേ ആൻഡ് നൈറ്റ്. ഇത് സമയമാണ്, അതായത് ഇപ്പം 11 ഇവിടെ സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് 11 മണിയിലത്തെ ആ ഒരു വെതറായിരിക്കും, ആ ഒരു ലൈറ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു 15 മണി 16 മണി എന്നൊക്കെ പറഞ്ഞാൽ 4 മണി, 20 എന്നൊക്കെ പറഞ്ഞാൽ 8 മണിയൊക്കെ ആയി. അപ്പോൾ ഡാർക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഡേ റെയിൻ ഉണ്ട്, നൈറ്റ് റെയിൻ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൽ ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ഗാരേജ് എടുക്കുക. ഗാരേജിൽ 3 വണ്ടികളാണ് ഓൾറെഡി ഉള്ളത്. അതായത് ഇത് നമുക്ക് ഗെയിം തുടങ്ങുമ്പോൾ തന്നെ കിട്ടുന്ന വണ്ടിയാണ്. അതിൽ തന്നെ കുറേ സ്കിന്നുകളുണ്ട്. ഐസ് ഏജ് ഉണ്ട്, ലിമിറ്റഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിക്കാച്ചു ഉണ്ട്, സൺഫ്ലവർ ഉണ്ട്, സൂപ്പർ ഉണ്ട്. പിക്കാച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ക്യാരക്ടറാണ് പിക്കാച്ചു. അപ്പോൾ ഇതാണ് പിക്കാച്ചുവിൻ്റെ സ്കിന്ന്.
പിന്നെ അതേപോലെ തന്നെ സ്കിൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ ബസ് കാണിച്ചു തരാം. ഇത് KSRTC ആണ് രണ്ടാമത്തെ ബസ്. അപ്പോൾ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല, അതായത് ഡൗൺലോഡല്ല, ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. 25,000 ആണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇതിലും കുറച്ച് സ്കിന്നുകളുണ്ട്. ഇത് നമ്മുടെ നോർമൽ KSRTC ഓർഡിനറി, പിന്നെ സൂപ്പർ ഫാസ്റ്റ്, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിലുള്ള സ്കിന്നുകൾ. പിന്നെ ഇത് വാങ്ങണമെങ്കിൽ 25,000 രൂപ കൊടുക്കണം. അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വാങ്ങിച്ചത് 3ാമത്തെ വണ്ടിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് റീസെറ്റ് ചെയ്യുക. വാങ്ങുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ഇത് വാങ്ങണമെങ്കിൽ 35,000 രൂപ വേണം. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഒരു ആഡ് കണ്ടാൽ 1000 രൂപയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെ 35,000 രൂപയ്ക്ക് 35 ആഡ് നിങ്ങൾ കാണേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. 35 ആഡ് കണ്ടിട്ടാണ് ഞാൻ ക്യാഷ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു വണ്ടി വാങ്ങിച്ചത്. കുറേ പേര് മറ്റേ പെയ്ഡ് സംഭവങ്ങൾ നോക്കണ്ടായി, അതായത് ഇതേപോലെ 20 രൂപ എടുത്താൽ 30,000, അതേപോലെ തന്നെ 40 രൂപ എടുത്താൽ 72,000. എനിക്ക് കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഈ ക്യാഷ് കൊടുത്തിട്ട് വന്നിട്ടില്ല, കിട്ടിയിട്ടില്ല, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ അതെനിക്കറിയില്ല, ഞാൻ അതുവരെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ടില്ല. ക്യാഷ് കൊടുത്ത് വാങ്ങാൻ ഞാൻ എന്തായാലും റെഫർ ചെയ്യില്ല, കാരണം ജസ്റ്റ് ആഡ് കണ്ടാൽ എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെ വാങ്ങുന്നതാണ് നല്ലത്. കുറച്ചധികം ആഡ് കാണേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു 5 ആഡോ 3 ആഡോ 5 ആഡോ 10 ആഡൊക്കെ കണ്ടു വെച്ച് അങ്ങനെ ഒരു 35 ആഡായാൽ നിങ്ങൾക്ക് ഈ ഒരു ബസ് വാങ്ങാവുന്നതുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ക്യാഷ് കൊടുത്ത്, ശരിക്കുള്ള ക്യാഷ് കൊടുത്ത് വാങ്ങാനൊന്നും എന്തായാലും ഞാൻ പറയില്ല. പിന്നെ അതേപോലെ തന്നെ സ്കിന്ന്, ഇതാണ് നമ്മൾ ലിവറി ആഡ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ബസ് സിമുലേറ്ററിൽ ആഡ് ചെയ്യുന്ന ആ ലിവറി ആഡ് ചെയ്യാൻ നോക്കിയതിൽ പറ്റില്ല. ഈ ഒരു ബസ്സിന് പറ്റിയ കറക്റ്റ് ഷേപ്പിലുള്ള ലിവറി ആഡ് ചെയ്യണം. ബസ് സിമുലേറ്ററിൻ്റെ ലിവറി ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഗാരേജ് എടുക്കുക. ഇതൊക്കെ അതിലത്തെ ലിവറിയാണ് കണ്ടത്. ഇങ്ങനെ സൈസൊക്കെ ആകെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കും. ഇതിലത്തെ ലിവറി ഇതും അതിൽ ബസ് സിമുലേറ്ററിലത്തെ ആ ഒരു ആഡ് ചെയ്യാൻ പറ്റിയ ലിവറിയാണ്. അപ്പോൾ അതൊന്നും ഇതിൽ കറക്റ്റ് ആവില്ല. അപ്പോൾ ഇതിന് ഇതേപോലെ ഈ ഒരു ഗെയിമിൻ്റേതായ ലിവറിൻ്റെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ വീഡിയോയിൽ, ലിവറി ആഡ് ചെയ്യുന്ന വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനത്തെ ലിവറി 500 രൂപ കൊടുത്താൽ ലിവറി ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബാക്കി സംഭവങ്ങൾ. പിന്നെന്താണ്, പിന്നെ അങ്ങനെ അത്രയൊക്കെയാണെന്നാണ് തോന്നുന്നു ഡൗട്ടുകൾ ചോദിച്ചിരുന്നത്. പിന്നെ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ലൈറ്റ് സംഭവങ്ങളൊക്കെ, ലൈറ്റ് ഞാൻ ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സംഭവം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം. പിന്നെ കുറേ പേര് പറഞ്ഞു ഗെയിം ഭയങ്കര ലാഗാണ്, ഭയങ്കര സ്റ്റക്കാണ് സംഭവമൊക്കെ എന്നൊക്കെ പറഞ്ഞു. അതെന്താ സംഭവം എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇതുവരെ സ്റ്റക്കും ലാഗൊന്നും വന്നിട്ടില്ല. ഞാൻ ഫുൾ ഗ്രാഫിക്സ് ഇട്ടാണ് കളിക്കുന്നത്, എന്നിട്ട് ഇതുവരെ ലാഗ് സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ലാഗ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ബാക്കി സംഭവങ്ങൾ അറിയില്ല. പിന്നെ ഇവിടെ മുകളിൽ ഒരു ഐയുടെ ചിഹ്നമുണ്ട്, അതമർത്തിയ കൺട്രോൾസൊക്കെ ഓഫാവും, കാണാത്ത രീതിയിലാവും. പിന്നെ നമ്മുടെ സെറ്റിങ്സിന് റിസ്യൂം സേവ് അതൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഡ്രോൺ വ്യൂ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് ഇടാം. ഡ്രോൺ വ്യൂ എടുത്താൽ ജസ്റ്റ് നമുക്ക് ഡ്രോണിലത്തെ ആ ഒരു വ്യൂ കിട്ടും, അതായത് മുകളിലോട്ടൊക്കെ പോയിട്ട് വ്യൂ ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് ഉണ്ട്. ഹെഡ്ലൈറ്റ്, ഇതാണ് ഹെഡ്ലൈറ്റ് വരുന്നത്. പിന്നെ ഹോൺ ഉണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്, ഓഫ് ചെയ്തിടാം, വണ്ടി സ്റ്റാർട്ടായി. പിന്നെ ഡോർ ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ചാണുള്ളത്. പിന്നെ വൈപ്പർ ഉണ്ട്, ഇതാണ് വൈപ്പർ. പിന്നെ ലൈറ്റ് എങ്ങനെ ഓൺ ചെയ്യാമെന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. അതായത് രാത്രി നമ്മുടെ വണ്ടിയിലത്തെ മൊത്തം ലൈറ്റ് ഓൺ ചെയ്യാൻ നമ്മുടെ ഈ ഒരു ഹസാർഡിൻ്റെ സ്വിച്ച് അമർത്തിയാൽ മതി. ഒരാഴ്ച അമർത്താൽ ഒന്നും കൂടി അമർത്തി ഓഫാവും. ഇങ്ങനെ ഒറ്റ പ്രാവശ്യം അമർത്തിയാൽ ഫുൾ ലൈറ്റുകൾ ഓണാവും. പിന്നെ നമ്മുടെ ഹെഡ് ലൈറ്റും കൂടി ഉള്ളൂ. അപ്പോൾ അത്രയുള്ള ലൈറ്റുകൾ ഈ ഒരു ഹസാറിൻ്റെ സ്വിച്ച് അമർത്തിയാൽ മൊത്തം ലൈറ്റുകൾ ഓണാവും. രാത്രി കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇവിടെ ഡ്രൈവ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, റിവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്യാമറ ആംഗിൾ, ഇത് വേണ്ട ഉള്ളിലത്തെ ലൈറ്റാണിത്. ക്യാമറ ആംഗിൾ മാറ്റാനുള്ള ഓപ്ഷനുകൾ, ഇത്രയൊക്കെയാണ് ഈ ഗെയിമിനെ കുറിച്ച് ഉള്ളത്. ഇപ്പോൾ ഇതെല്ലാ സംഭവങ്ങളും ഞാൻ പറഞ്ഞതാണ്. പിന്നെ മാപ്പ് ഉണ്ടോ എന്ന് കുറേ പേര് ചോദിച്ചു. മാപ്പ് എൻ്റെ അറിവിലില്ല, ഇതിൽ മാപ്പ് എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും കാണാനില്ല ഞാൻ നോക്കിയിട്ട്. അപ്പോൾ ഇത്രേ നമുക്ക് ഈ ഒരു മാപ്പ് ഓൾറെഡി ഉള്ളൊരു മാപ്പ് തന്നെ ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. വേറെ മാപ്പൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സെറ്റിങ്സിൻ്റെ സംഭവങ്ങളൊന്നും നോക്കിയിട്ട് കാണാനില്ല. അപ്പോൾ എന്തായാലും ഇത്രത്തോളം ഉള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ അപ്ലൈ. അപ്പോൾ നിങ്ങളുടെ സംശയം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സ്വയസ് ചെയ്യുന്നത് പുത്തുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബസ് സിമുലേറ്ററിൽ മോഡ് എങ്ങനെ ആഡ് ചെയ്യാനാണ്. അതായത് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ
നമുക്ക് ഇഷ്ടമുള്ള ബസ്സിൻ്റെ മോഡ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ കുറേ മോഡുകളൊന്നും റിലീസായിട്ടില്ല. റിലീസായിട്ടുള്ള മോഡുകൾ, അതായത് കേരള ബസ് സിമുലേറ്ററിന് വേണ്ടി റിലീസായിട്ടുള്ള കുറച്ച് മോഡുകളുണ്ട്. അപ്പോൾ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാനും അത് നമ്മുടെ ഈ ഒരു ബസ് സിമുലേറ്ററിൽ എന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോ ആണിത്. ആ വീഡിയോ എല്ലാവർക്കും ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ ചെയ്യുക. അങ്ങനെ വീഡിയോ എടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിരിക്കും വരാം. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മോഡ് അതേപോലെ തന്നെ ലിവറിയും ഓപ്ഷൻ കാണാൻ പറ്റും. മോഡ് ഡൗൺലോഡ്, ലിവറി ഡൗൺലോഡ്. അപ്പോൾ ഈ മോഡ് ഡൗൺലോഡ് ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഷെയർ മോഡ്സിൻ്റെ പേജിലായിരിക്കും എത്തുക. അപ്പോൾ ഇതൊരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ഫയലാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ആ പാസ്വേഡ് കിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഒരു 10 MB സൈസുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഫയൽ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ലിവറിയും കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ തൊട്ടടിയിലായിട്ട് ലിവറിയും കൂടി ഉണ്ട്. ജസ്റ്റ് ലിവറിയുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ലിവറിയും അതേപോലെ തന്നെ മോഡും ഡൗൺലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുക്കുകയാണ്. മൈ ഫയൽസ് എടുത്തു, എക്സ്ട്രാക്ട് ഫയൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പാസ്വേഡുള്ള ഫയലാണ്. അപ്പോൾ 3 നമുക്ക് ലിവറികളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ലിവറി സുൽത്താൻ, ഇതാണ് അടുത്ത ലിവറി ലെജൻഡ്. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഔട്ട്ലൈൻ പോലെ എന്തോ സംഭവമാണ്. 2 ലിവറിയാണ് അപ്പോൾ മെയിനായിട്ടുള്ളത്. പിന്നെ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്ത ആ ഒരു സിപ്പ് ഫയൽ, അതായത് നമ്മുടെ മോഡിൻ്റെ ഫയലിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, മൈ ഫയൽസ് എടുക്കുക, എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് .psk ഫയൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം ഓപ്പൺ ആയിട്ട്, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇവിടെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ ആറ്റോയിൽ ട്രാഫിക് ഉണ്ട്. ട്രാഫിക്കിൻ്റെ തൊട്ട് മുകളിൽ പ്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലെയർ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി മോഡ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ആഡ് ന്യൂ മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മോഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതേപോലെ കുറച്ച് നേരം ഇങ്ങനെ ലോഡാവും. ലോഡായതിനു ശേഷം ആ ഒരു മോഡ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് ഇങ്ങനെ വരും. ആഡായി കഴിഞ്ഞ് ഇതേപോലെ ആയിരിക്കും വരാം. അതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഗാരേജ് എടുത്ത് നോക്കാം. ഗാരേജിൽ നമ്മുടെ 3ാമത്തെ ബസ് കഴിയുമ്പോൾ ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത മോഡ് വന്നിട്ടുണ്ടാവും. ഇത്ര സിമ്പിളാണ് ആഡ് ചെയ്യാൻ, മോഡ് ആഡ് ചെയ്യാൻ. അപ്പോൾ ഇനി ലിവറിയും കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ കസ്റ്റമൈസേഷൻ എടുക്കാം. ഫസ്റ്റത്തെ പ്ലെയർ എടുത്തതിന് ശേഷം കൊണ്ടോട്ടി ഇടുക. അതിനുശേഷം ഇവിടെ ആഡ് സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പം ഇഷ്ടമുള്ള സ്കിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നെ നമ്മൾ ഗാരേജിൻ്റെ ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ബസ് മോഡ് എടുക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ സ്കിൻ വന്നിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ആഡ് ചെയ്ത സ്കിൻ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു 5000 കാണാം. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വാച്ച് ആഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു 5000 അവിടെ ഒരു ആഡ് കാണാം. അതിന് ശേഷം നമുക്ക് ഈ സ്കിൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ബസ്. സുൽത്താൻ എന്നാണ് ബസ്സിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ആ ഒരു പുതിയ മോഡ്. ഞാൻ സുൽത്താൻ്റെ ലിവറിയാണ് ആഡ് ചെയ്തത്. വേറെ ഒരു ലിവറിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻറ്റീരിയർ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ. ഇൻറ്റീരിയർ വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല അടിപൊളിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജസ്റ്റ് ബാക്കിലത്തെ വ്യൂ ഇതാണ്. പിന്നെ സൈഡിൽ നിന്നുള്ള വ്യൂ ഇതാണ് 360 ഡിഗ്രി വ്യൂ. അപ്പോൾ എന്തായാലും ബസ് മൊത്തത്തിൽ കൊള്ളാം. പ്രത്യേകിച്ച് എക്സ്റ്റീരിയർ അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇൻറ്റീരിയറും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇഷ്ടമുള്ള മോഡ് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മോഡ് ആഡ് ചെയ്യുമ്പോൾ നോക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് സിമുലേറ്ററിൻ്റെ വെർഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മോഡ് ആഡ് ചെയ്യണം. ആ ഒരു മോഡ് മാത്രമേ അതിൽ വർക്ക് ആവുള്ളൂ. ഇത് ലേറ്റസ്റ്റ് വെർഷൻ്റെ മോഡാണിത്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് മോഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായാലും നമ്മുടെ അടുത്ത വീഡിയോ. അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടമില്ലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അത് നോട്ടിഫിക്കേഷൻ അപ്ലൈ. എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ. ഹലോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ കേരള ബസ് സിമുലേറ്ററിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ ആഡ് കണ്ടിട്ട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് ട്രിപ്പ് പോയിട്ട് പൈസ ഉണ്ടാക്കാം. പിന്നെ അപ്പോൾ ട്രിപ്പ് പോയിട്ട് പൈസ ഉണ്ടാക്കിയാൽ നമുക്ക് ബസ് വാങ്ങിക്കാനും അതിൽ ലിവറി ആഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേക്ക് എൻ്റെ ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അത് നോട്ടിഫിക്കേഷൻ ഇവിടെ അങ്ങനെ വിളിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ പൈസയുടെ സംഭവം ആദ്യം പറയാം. ജസ്റ്റ് പൈസയുടെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കുറേ ഓപ്ഷനുകൾ കാണും. നമുക്ക് ശരിക്കുള്ള പൈസ കൊടുത്തിട്ട് ഇതിലുള്ള പൈസ വാങ്ങാൻ. അപ്പോൾ അതെന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ആരും അങ്ങനെ വാങ്ങാൻ ഞാൻ പറയില്ല. ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് ഗെയിം കളിച്ചും അല്ലെങ്കിൽ ആഡ് കണ്ടുണ്ടാക്കാം. അതുകൊണ്ട് ഇങ്ങനെ ശരിക്കുള്ള പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ആദ്യമൊക്കെ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു ഇങ്ങനെ ശരിക്കുള്ള പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിൽ ലോഡായി വന്നില്ല എന്നോ അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞിരുന്നു.
അതുകൊണ്ട് എന്തായാലും ഇത് റിയൽ മണി കൊടുത്ത് വാങ്ങാൻ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഗ്യാരേജ് എന്ന ഓപ്ഷൻ എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ബസ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് വാങ്ങാൻ 25,000 അതിൻ്റെ പ്രൈസ്. അപ്പോൾ ജസ്റ്റ് ആ പ്രൈസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഒരു ഓപ്ഷൻ വരും, വാച്ച് ആൻഡ് ആഡ് ആൻഡ് ഗെറ്റ് 1000. അപ്പോൾ ജസ്റ്റ് വാച്ച് ആഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ആഡ് ലോഡായിട്ട് വരും. അപ്പോൾ അത് കണ്ട് കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ആഡ് കണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഗെയിം കളിച്ചിട്ട് അതിനെ പൈസ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് മോഡ് അല്ല നമ്മുടെ ലിവറി ആഡ് ചെയ്യുന്നതൊന്നും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക, പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. BSK 3 നമ്മൾ ലിവറി ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് സൈഡിലായിട്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്യും. അപ്പോൾ ഗാലറിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ ലിവറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ലിവറി അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് ശേഷം ഗ്യാരേജ് എടുക്കുക. അതിന് നമ്മുടെ ബസ് BSK 3 ബസ്. അപ്പോൾ ഇവിടെ സൈഡിൽ ലിവറികൾ കാണാൻ പറ്റും. ഇത് രണ്ടും ഓൾറെഡി ഉള്ള ലിവറിയാണിത്. പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി. അപ്പോൾ ഇതേപോലെ ആഡ് ചെയ്തതിന് ശേഷം സെറ്റ് കൊടുത്താൽ ഒരു 500 രൂപയാണ്ട് കൊടുക്കണം. അപ്പോൾ സംഭവം സെറ്റായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് വ്യൂ, കൊമ്പെന്നുള്ള ലൈറ്റിങ്ങൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഗെയിം കളിച്ചിട്ട് അതിന് പൈസ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പ്ലേ എടുക്കുമ്പോൾ ഇവിടെ മുകളിൽ മാപ്പ് കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചെറുതാക്കി എടുക്കുക. അപ്പോൾ ഇവിടെ ഓരോ ലൊക്കേഷൻ കാണാൻ പറ്റും. ഇത് ആ അറ്റത്തായിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ട്, പിന്നെ വേറൊരു ലൊക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ജസ്റ്റ് ലൊക്കേഷനിലോട്ട് പോവുക. ലൊക്കേഷനിൽ പോകുമ്പോൾ അവിടെ സ്റ്റാർട്ട് ജേണി അല്ലെങ്കിൽ ജേണി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു വഴി കാണിച്ചു തരും എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത ലൊക്കേഷനിലോട്ട്. അപ്പോൾ അടുത്ത ലൊക്കേഷനിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ട്രിപ്പ് കഴിയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പൈസ കിട്ടും. പിന്നെ അതേപോലെ തന്നെ പൈസ ഒരു ആഡ് കണ്ട 3x അങ്ങോട്ട് ആയിട്ട് ആ പൈസ കൂടി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോയതിന് ശേഷം പൈസ ഉണ്ടാക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, ട്രിപ്പ് പോയിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആഡ് കണ്ടും ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാലും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബസ് വാങ്ങാം. അതേപോലെ തന്നെ ലിവറി ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സജസ്റ്റ് ചെയ്യുന്നപ്പോൾ പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിച്ചു വന്നതാണ് ബസ്സിലായിട്ട് കേരളയിൽ ട്രിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാണ്, അതിലെങ്ങനെ ആൾക്കാരെ എങ്ങനെ കയറ്റാം, അതുപോലെ തന്നെ ട്രിപ്പ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ അതിന് എത്ര ക്യാഷ് കിട്ടും, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ആഡ് കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത്. വീഡിയോയിൽ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ എവിടെ അങ്ങനെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അത് നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുതിയ ആഡ് ചെയ്തൊരു മോഡാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നല്ല അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കാമെന്നും അതുപോലെ തന്നെ ട്രിപ്പിൻ്റെയൊക്കെ. അപ്പോൾ അതിൽ കുറേ പേർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ട് എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചത്. അപ്പോൾ അതിൻ്റെ ക്യാഷിൻ്റെ കാണിച്ചു തരാം. ക്യാഷ് ഉണ്ടാക്കാൻ 2 വഴിയുണ്ട്. ഒന്നില്ലെങ്കിൽ ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ട്രിപ്പ് പോയിട്ട് ക്യാഷ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ആഡ് കാണാൻ അപ്പോൾ ജസ്റ്റ് ഈ ക്യാഷിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് ഇതേപോലെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇതൊക്കെ പെയ്ഡാണ്. അപ്പോൾ ഇത് വാങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ശരിക്കുള്ള കാശ് കൊടുത്തിട്ടുള്ള പരിപാടി ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല ഈ ഒരു ഗെയിമിൽ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് കണ്ട ക്യാഷ് കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ ശരിക്കുള്ള കാശ് കൊടുത്ത് ഇതിലത്തെ ക്യാഷ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ആഡ് കാണാനായിട്ട് ജസ്റ്റ് ഗ്യാരേജ് എടുക്കുക. ഗ്യാരേജ് എടുക്കുമ്പോൾ നമ്മുടെ വണ്ടികൾ ലോഡായിട്ട് വരും. അപ്പോൾ ഇതിൽ നമ്മുടെ ഇല്ലാത്ത വണ്ടി ഏതാണെന്ന് വെച്ചാൽ അതുമേ ജസ്റ്റ് നോക്കുക. അപ്പോൾ അതിൻ്റെ ക്യാഷ് അവിടെ എഴുതിയിട്ടുണ്ടാവും. അതുമേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെ വാച്ച് ആഡ് ലോഡ് ആഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ആഡ് ലോഡ് ആയിക്കോളും. കുറച്ച് ടൈമൊക്കെ എടുക്കും, ചില സമയത്ത് ആഡ് വരില്ല. അപ്പോൾ ജസ്റ്റ് ഗെയിം ഒന്നും കൂടി ക്ലോസ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്നും കൂടി ജസ്റ്റ് ലോഡ് ആഡ് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നമ്മുടെ ബസ് സ്റ്റാൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം കാണാൻ പറ്റും. ഇതേപോലെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് ബസ്സൊന്ന് കൊണ്ടുപോയി ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ സ്റ്റാർട്ട് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് അത് കൊടുത്താൽ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാവും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായിട്ട് ജസ്റ്റ് ഇപ്പോൾ മാപ്പ് നോക്കിയാൽ നമുക്ക് കൃത്യം വഴി കാണിച്ചു തരും എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. ഇടയിൽ കുറേ ചെക്ക് പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അവിടെ വെച്ച് സേവ് ആവും. നമ്മൾ ബാക്ക് എടുത്താലും അവിടെ തൊട്ട് നമുക്ക് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇവിടെ ഈ ഇടയിലുള്ള ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരെ കയറ്റാനുണ്ടാവും. അപ്പോൾ അതും ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് ആൾക്കാരെ കയറ്റുന്നത് കാണിച്ചു തരാം. പിന്നെ ഞാൻ ലാസ്റ്റ് ആ ലൊക്കേഷനിൽ എത്തിയിട്ട് കാണിച്ചു തരാം. ഇതേപോലെ ഇടയിൽ സ്റ്റോപ്പുകൾ കാണും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ കൊണ്ടുപോയി ആ ഒരു കറക്റ്റ് സ്പേസിൽ കൊണ്ട് നിർത്തിയാൽ മതി.
അപ്പോൾ ജസ്റ്റ് ആൾക്കാർ അവിടെ കയറിക്കോളും. ജസ്റ്റ് ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ ആൾക്കാർ വന്ന് കയറും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്റ്റോപ്പുകളുണ്ടാവും. അവിടെയൊക്കെ നിർത്തിയതിന് ശേഷം ആൾക്കാരെ കയറ്റുക. അതിന് ശേഷം ജസ്റ്റ് വണ്ടി എടുത്ത് പോവുക. അപ്പോൾ അതേ നമ്മുടെ ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് അല്ല ബസ് സ്റ്റാൻഡ് എത്തിയിട്ട്. അപ്പോൾ ഇതാണ് വഴി കാണിക്കുന്നത്. നമുക്ക് ആ വഴി ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അപ്പോൾ അതേ നമ്മളതിനെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് അപ്പോൾ ഇനി ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ജസ്റ്റ് ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്താൽ നമ്മുടെ ട്രിപ്പ് കംപ്ലീറ്റ് ആയി. ജസ്റ്റ് ഇതേപോലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. പിന്നെ കളക്ട് എക്സ് 3 അതായത് 3x പൈസ കിട്ടും. നമ്മളിപ്പോൾ എത്രയാണോ കളിച്ചുണ്ടാക്കിയത് ആ ഒരു ഗെയിം കളിച്ചുണ്ടാക്കിയ ക്യാഷിൻ്റെ 3x ആയിട്ട് നമുക്ക് ഇതിൽ ഒരു ആഡ് കണ്ടാൽ കിട്ടും. ജസ്റ്റ് കളക്ട് 3x കൊടുക്കാം, വാച്ച് ആഡ് കൊടുക്കാം. അപ്പോൾ അതായത് ഞാൻ ജസ്റ്റ് ഗാരേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുകളിൽ നമുക്ക് ക്യാഷ് കാണാൻ പറ്റും. 3813 ക്യാഷ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രിപ്പ് കളിച്ചതിൻ്റെ ക്യാഷാണത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോയി ക്യാഷ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് കണ്ട് ക്യാഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വണ്ടിയിൽ നല്ല രസമാണ്, കൺട്രോളിങ്ങൊക്കെ അടിപൊളിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രേയസ് ചെയ്യുന്നപ്പോൾ പുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് കേരള ബസ് സിമുലേറ്ററിലൊരു ട്രിപ്പ് പോകാൻ പോവാണ്. അതായത് കേരള ബസ് സിമുലേറ്ററിൽ ട്രിപ്പ് എങ്ങനെ പോകാമെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അല്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ഗെയിം പ്ലേ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നതും അതിൻ്റെ ക്യാഷ് ഒരുപാട് സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രിപ്പ് പോകാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ എന്തോ ഒരു അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 62 എത്രയാണ്ട് MB ആണ് അപ്ഡേറ്റ് വന്നത്. അപ്പോൾ എന്താ അപ്ഡേറ്റ് എന്ന് ഇവിടെ വാട്സ് ന്യൂ കൊടുത്തിട്ടുണ്ട്. മോഡിങ് ഫീച്ചർ എനേബിൾഡ്, ന്യൂ ബോർഡ് ഇൻ BSK വെഹിക്കിൾ, ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഇംപ്രൂവ്ഡ്, സ്ട്രീറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്, ഡെഡിക്കേറ്റഡ് അനിമേഷൻ ബട്ടൺസ്, ഡെഡിക്കേറ്റഡ് ലൈറ്റ് ബട്ടൺസ്, മാനുവൽ സേവ്, ഇങ്ങനെയൊക്കെയാണ്. സെക്യൂർ മോഡിങ് സിസ്റ്റം, അങ്ങനെയൊക്കെയാണ്. വലിയ പ്രത്യേകിച്ച് വലിയ അപ്ഡേറ്റ് ഒന്നും ഇല്ലാതെ തോന്നുന്നു. അപ്പോൾ നമ്മളിന്ന് ഗാരേജ് എടുക്കാം. ഞാൻ KSRTC കൊണ്ട് ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചത്, പക്ഷേ പൈസ ആയിട്ടില്ല. KSRTC നമ്മൾ വാങ്ങണം. നമുക്കടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് ഈ ബസ്സല്ല, നമ്മളിന്ന് ഈ ഒരു പ്രൈവറ്റ് ബസ്സും കൊണ്ടാണ് പോകാൻ പോകുന്നത്. ഈ ബസ്സിൻ്റെ ഇൻറ്റീരിയറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഓടിക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് വ്യൂ കാണിച്ചു തരാം. നൈറ്റ് വ്യൂവിൽ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഹെഡ്ലൈറ്റ് സംഭവങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഇവിടെ സേവ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് എടുക്കാം, പ്ലേ കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഗെയിമിൻ്റെ ഈ ഒരു മറ്റേ കരിയർ മോഡ് ഇങ്ങനെ എടുത്ത് കളിക്കാറുള്ളത്, അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡമായിട്ട് കളിക്കാറാണ്. ഇത് ഞാൻ മുമ്പ് കളിച്ചതിൻ്റെ ബാക്കിയാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ബാക്ക് എടുത്തിട്ട് മെയിൻ മെനു എടുത്തിട്ട് പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വല്ല വഴിയുണ്ടോ നോക്കിയോട്ടെ, അല്ലെങ്കിൽ ഇത് ഇടയിൽ വെച്ചാൽ സ്റ്റാർട്ടാവുക. പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള വഴിയില്ല. സെറ്റിങ്സിൽ പോയാലും പറ്റില്ല. ജസ്റ്റ് പ്ലേ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചത് ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമുക്കിടയിൽ വെച്ച് ഇങ്ങനെ പുതിയ ഗെയിം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഞാൻ കുറേ നോക്കി. അപ്പോൾ ഇത് ഞാൻ മുമ്പ് എപ്പോഴോ കളിച്ച ഗെയിമാണ്, കുറച്ച് പോയിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബാക്കി ഇവിടെ നിന്ന് ഓടിക്കാം. അതിന് ശേഷം ബാക്കി അവിടെ എത്തിയതിന് ശേഷം കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മുമ്പത്തെ വീട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ ഏരിയ കാണാൻ പറ്റും. അവിടെ കൊണ്ട് നമ്മുടെ ബസ് ഇടാം. ബസ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എന്താ പോകത്ത് മിനിറ്റ് ബ്ലോക്കായ അതല്ല. അപ്പോൾ ബസ് അവിടെ ആ ഒരു ഗ്രീൻ കളറുള്ള ഏരിയയിൽ കൊണ്ടിടുമ്പോൾ സ്റ്റാർട്ട് ട്രിപ്പ് എന്നുകൊണ്ട് ഓപ്ഷൻ വരും. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ട്രിപ്പ് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗെയിം സ്റ്റാർട്ടാവും. അപ്പോൾ ഇതേപോലെ സ്റ്റാർട്ടായി കിട്ടും. അപ്പോൾ മാപ്പ് ഇതേ മുകളിലൂടെ കാണാൻ പറ്റും. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് റെഡ് കളറായിട്ട് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ ആ വഴി നോക്കി അങ്ങോട്ട് പോവുക. ഇടയിൽ കുറേ ബസ് സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകൾ കാണാം. അവിടെയൊക്കെ വണ്ടി നിർത്താം, ആൾക്കാരെ കയറ്റാം. അപ്പോൾ അതൊക്കെ പോണ വഴിയിൽ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് മറ്റേ ഉള്ളിലത്തെ ഇൻറ്റീരിയർ വ്യൂ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കാറ്. അത് ഓടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വ്യൂ.
ഈ പ്രൈവറ്റ് ബസ് മോഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്, നല്ല ഫീലുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഗെയിമും മൊത്തത്തിൽ എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ഗെയിമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോഡൊന്ന് കയറ്റിയിട്ട് ഒന്ന് കളിച്ച് നോക്കി, അടിപൊളിയായിരിക്കും. മറ്റേ ബസ്സുകൾ അടിപൊളിയാണ്, ഇത് കുറച്ചും കൂടി കൂടുതൽ അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചധികം ദൂരം പോകാണ്ട് ഈ ഗെയിം കഴിയാനായിട്ട്. ഇതിൻ്റെ ട്രിപ്പുകളൊക്കെ അത്യാവശ്യം ലോങ് ട്രിപ്പുകളാണ്, അത്യാവശ്യം ദൂരം പോകാണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല രസമാണ്, കൺട്രോളിംഗ് ഒക്കെ അടിപൊളിയാണ്. ഈ കൺട്രോളിങ് അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ഇടിച്ച്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കണ്ട സ്റ്റാൻഡല്ലല്ലോ, എന്താണ് സ്റ്റോപ്പ് കണ്ട പച്ച കളറിൽ. അപ്പോൾ അവിടെ കൊണ്ടുപോവുക, ജസ്റ്റ് ബ്രേക്ക് ചവിട്ടുക, വണ്ടി നിർത്തുക. ഇവിടെ അടിയിൽ ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം, അതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഡോർ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ ആൾക്കാർ കയറി കഴിയുമ്പോൾ മുകളിൽ ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും പച്ച കളറിൽ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോവാം. അപ്പോൾ സൗണ്ട് ഇട്ടാൽ മറ്റേ ബെല്ലടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം സൗണ്ട് ഇട്ട് ഓടിച്ച് നോക്കിയാലോ. ഞാൻ ജസ്റ്റ് ഒന്ന് വോളിയം ഒന്ന് കൂട്ടാം. ഔട്ട് ഓഫ് ഫ്യൂവൽ 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനോ? അത് സംഭവം ഔട്ട് ഓഫ് ഫ്യൂവലൊക്കെ കഴിയും. ഇതിനിടയിൽ ഞാൻ ഇതാദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തായാലും 1000 കൊടുക്കാം. പെട്രോൾ പമ്പിൽ എത്തിയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫില്ല് കൊടുക്കുക, ഫില്ലമർത്തി പിടിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗെയിമിൽ പെട്രോൾ അടിക്കുന്നത്. അപ്പോൾ കാശ് കുറേ ഉണ്ടായിരുന്നു, അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് ആഡ് കണ്ടിട്ട് അടിച്ചാൽ മതിയായിരുന്നു, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിനി വണ്ടി എടുത്ത് പോവാം. ഏതാ വഴി? അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതിൽ ഇൻറ്റീരിയർ ഓടി നല്ല രസം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനല്ലെങ്കിൽ അങ്ങനെ അധികം ഗെയിം കളിക്കാറില്ല, പക്ഷേ ഈ ഗെയിം ഞാൻ ഇടയ്ക്ക് എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവും. അപ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ട്രിപ്പ് നമുക്ക് എവിടം വരെ എത്തി നോക്കാൻ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചവിട്ടുക, മാപ്പ് എടുക്കുക, ചെറുതാക്കുക. ഇത്രയും കൂടി പോയാൽ നമ്മുടെ ട്രിപ്പ് കഴിയും. നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ പോണതിൻ്റെ ലൊക്കേഷനൊന്നും കാണില്ല, പേരൊന്നും കാണില്ല, പേര് അവിടെ എത്തുമ്പോൾ കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ എന്തായാലും സൗണ്ട് ഇടാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സൗണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് കേട്ട് ഇങ്ങനെ ബോധടിക്കേണ്ട. അപ്പോൾ നമുക്ക് ഗെയിമിൻ്റെ സൗണ്ട് ഇടാം, അതായിരിക്കും കുറച്ചും കൂടി അടിപൊളി. ചെറുതായിട്ടൊന്ന് വഴി തെറ്റിപ്പോയി എന്ന് തോന്നുന്നു. അതെ, നമ്മൾ ഒരു ടേൺ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ടേൺ കഴിഞ്ഞ് പോയത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്ത് ബാക്കിൽ വണ്ടി നിന്നോണ്. അടിപൊളി.
അപ്പോൾ എന്തായാലും നമുക്കൊന്ന് റിവേഴ്സ് എടുത്ത് പോകണം. ഇവിടെ ഇട്ട് തിരിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, സെറ്റായി. അപ്പോൾ ഇടയിലൊരു ടേൺ വന്നത് നമ്മൾ കണ്ടില്ല. നമ്മൾ ഓടിക്കുന്ന രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി കുറേ എത്തിയപ്പോഴാണ് പിന്നെ പോകാൻ പറ്റാണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് വഴി തെറ്റിയെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഊഹം. അതെ, കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഇനിയും ബാക്കി എൻ്റെ സൗണ്ട് തന്നെ ഇടാം. നമുക്ക് ഇനി സ്റ്റോപ്പ് എത്തുമ്പോൾ ബാക്കി സൗണ്ട് ഇടാം. എനിക്ക് ഇതിൽ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് നിർത്തിയിട്ട് ഒന്നും കൂടി ഓഫാക്കി സ്റ്റാർട്ടാക്കിയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മുടെ ലൊക്കേഷൻ എത്തി. ഇതേ മുകളിലൂടെ ടേൺ കാണിക്കുന്നുണ്ട്. ടേൺ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി തോന്നുന്നു. ഞാൻ പിന്നെയും ജസ്റ്റ് കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ പോകുമ്പോൾ മാപ്പ് നോക്കാനിടയ്ക്ക് മറക്കും. അതുകൊണ്ട് കുറച്ചധികം ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ നേരത്തെ വണ്ടി ഇങ്ങനെ സ്പീഡ് ഇങ്ങനെ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് വണ്ടി കയറുന്നുണ്ടായില്ല. എന്താണ് അപ്പോൾ സംഭവം? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് തിരിച്ച് കയറ്റാം. അപ്പോൾ നമ്മളങ്ങനെ ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് നമുക്ക് നിർത്താനുള്ള സ്പോട്ടാണിത്. ഇവിടെ അങ്ങോട്ട് തിരിച്ചിങ്ങനെ നിർത്താം. ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക. മിഷൻ കംപ്ലീറ്റഡ്. എത്ര രൂപ കിട്ടി? 310 രൂപ കിട്ടിയുള്ളൂ. അതെന്താ സംഭവം? ടോട്ടൽ കളക്ഷൻ 1600, ട്രിപ്പ് കളക്ഷൻ 310. ഓക്കെ, ബസ് സ്റ്റോപ്പ് കളക്ഷൻ ടോട്ടൽ 1100 കിട്ടിയില്ല. മൂവാറ്റുപുഴ ടു പെരുമ്പാവൂരാണ് നമ്മൾ വന്നത്. കളക്ഷൻ 3x ആക്കാൻ വേണ്ടി ഒരു ആഡ് കാണാം. അപ്പോൾ ജസ്റ്റ് വാച്ച് ആഡ് കൊടുക്കുക. അപ്പോൾ അത് ആഡ് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ കളക്ഷൻ 3x ആയി. 3300 രൂപ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അടുത്ത ട്രിപ്പ് തുടങ്ങാം, അല്ലെങ്കിൽ ഇത്ര മതി. അപ്പോൾ ഇനി KSRTC വാങ്ങിച്ചിട്ട് നമുക്ക് ഇതേപോലെ ട്രിപ്പിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. KSRTC കുറച്ച് കാശുണ്ട്. എത്രയാണ്? ജസ്റ്റ് ഒന്ന് മെയിൻ കൊടുക്കുക. സേവ് ബട്ടൺ സേവ് ചെയ്തില്ല. ഗ്യാരേജ് എടുക്കാം. ഗ്യാരേജ് എടുത്തതിന് ശേഷം എവിടെയാണ് നമ്മുടെ വണ്ടി? ഇതാണ് വണ്ടി. 25,000 രൂപ വേണം. ഇതിൻ്റെ സ്റ്റിയറിംഗ് കുറച്ചും കൂടി അടിപൊളിയാന്ന് തോന്നുന്നു. അശോക് ലൈലാൻഡിൻ്റെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഇതിൽ കളിച്ച് നോക്കിയിട്ടില്ല. എന്തായാലും അടിപൊളിയായിരിക്കും. അപ്പോൾ KSRTC ട്രിപ്പ് വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത് വാങ്ങാൻ 25,000 ഉണ്ടാക്കണം ആദ്യം. അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ആകെ 6500 രൂപയുള്ളൂ. കുറച്ചും കൂടി ട്രിപ്പ് പോകണം, അല്ലെങ്കിൽ കുറച്ച് ആഡ് കാണണം. അപ്പോൾ അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ചെറുതായിട്ട് അവിടെ മിസ്സിങ് ഉള്ള പോലെ ഉണ്ട്, എന്നാലും കാണാൻ നല്ല. അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ബസ് സ്റ്റോപ്പൊക്കെ അവിടെ നോക്കിയിരുന്നു, നിർത്തത്തില്ല. ബസ്സില്ലാത്ത കേരളയിൽ നമ്മൾ KSRTC വാങ്ങിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ട് KSRTC നമ്മൾ വാങ്ങി. കുറച്ച് ആഡും അതേപോലെ തന്നെ കുറച്ച് ട്രിപ്പുകളൊക്കെ പോയപ്പോൾ നമുക്ക് അതിനുള്ള ക്യാഷ് കിട്ടി. 25-35 ആണ്ടാണ് KSRTCയുടെ പ്രൈസ്. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ചിട്ട് അത് വെച്ചൊരു ട്രിപ്പ് പോകുന്ന ഒരു വീഡിയോ ആണ്. ഇത് ഗെയിം പ്ലേ വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കുക. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ചില നേരത്ത് കുറച്ചധികം സമയം എടുക്കുന്നുണ്ട് ലോഡാവാൻ. അപ്പോൾ എനിക്ക് മാത്രമാണോ അറിയില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതേപോലെ ഉണ്ടെങ്കിൽ ലോഡിങ് എന്നിട്ട് ഇങ്ങനെ വലിയ സംഭവങ്ങൾ ലോഡായിട്ട് കുറച്ചധികം ടൈം എടുത്തിട്ടാണ് ലോഡായി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം. ഗ്യാരേജ് എടുത്തു. ഇതാണ് നമ്മുടെ KSRTC. പിന്നെ ഇത് നമ്മുടെ നോർമൽ വണ്ടി. പിന്നെ ഇത് നമ്മുടെ മറ്റേ ബസ്. അപ്പോൾ ഇതിലും കുറേ സ്കിന്നുണ്ട്. ഓർഡിനറി ഉണ്ട്,
സൂപ്പർ എക്സ്പ്രസ് ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നോർമൽ ഇതാണ് നമ്മുടെ നോർമൽ കളറ്. അപ്പോൾ അതിട്ടിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഓടിക്കുന്നത് ആലുവ മൂന്നാർ ഫാസ്റ്റ് പാസഞ്ചറാണ്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. പെരുമ്പാവൂർ, കോതമംഗലം, അടിമാലി, KL 15007 ഫാൻസി നമ്പറൊക്കെ എന്തോന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് സൂം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാം, പ്ലേ കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടി ഇതാണ്. നമുക്ക് 360 ഡിഗ്രിയിൽ നോക്കാം. വണ്ടി വീലൊക്കെ കിടന്ന് തിളങ്ങുന്നുണ്ട്, നല്ല രസമുണ്ട്, അടിപൊളിയുണ്ട്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയർ വ്യൂ ഇട്ടാണ് ഓടിക്കേണ്ടത്. ഇൻറ്റീരിയർ വ്യൂ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇതാണ് ഇൻറ്റീരിയർ വ്യൂ വരുന്നത്. സ്റ്റിയറിങ് കൊള്ളാം. അപ്പോൾ നമുക്കെന്തായാലും എൻജിൻ സ്റ്റാർട്ട് ചെയ്യാം. എൻജിൻ സ്റ്റാർട്ടായതിൻ്റെ ഡ്രൈവ് ഇടാം. നമുക്ക് വണ്ടി എടുത്ത് പോവാം. സാധാരണ സ്റ്റിയറിങ് റൈറ്റ് കുറച്ചും കൂടിയും സൈഡിലായിരുന്നോ എന്നൊരു എനിക്ക് ഓർമ്മയില്ലാത്ത. എന്തായാലും ഇത് കൃത്യം നടുക്കാണ് സ്റ്റിയറിങ് വരുന്നത്. അപ്പോൾ എന്തായാലും ഓടിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് സൗണ്ട് ഇട്ടിട്ടുണ്ട് ഗെയിമിൻ്റെ, അത് കാരണം എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്പീഡൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. നമ്മുടെ KSRTCയുടെ സ്പീഡ് നോക്കാം. അപ്പോൾ ഒരു 65-100 ഈസി ആയിട്ട് കയറാൻ നോക്കട്ടെ. അയ്യോ, അതിൻ്റെ ഇടയിൽ ബസ് സ്റ്റോപ്പ് വന്നു. അപ്പോൾ അവിടെ നിർത്താം. ബസ് സ്റ്റോപ്പിൽ നിർത്താണ്ട് പോയാൽ പൈസ കുറയുമെന്ന് തോന്നുന്നു. ഞാൻ എപ്പോഴോ ഡോർ തോന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഇതേപോലെ ഗെയിം കളിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലൊന്നും നിർത്താണ്ട് ഒറ്റ പോക്ക് പോയി. ഒന്നുമല്ല, വളരെ കുറച്ച് ബസ് സ്റ്റോപ്പിലാണ് നിർത്തിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ നിർത്താണ്ട് ഇങ്ങനെ പോയപ്പോൾ സാധാരണ നമുക്ക് ട്രിപ്പ് പോകണമെങ്കിൽ 1100 എത്രയാണ്ടൊക്കെയല്ലേ കിട്ടാറ്. അപ്പോൾ എനിക്ക് കിട്ടിയത് 200-300 എത്രയാണ്ട് വളരെ കുറവ് കാശ് കിട്ടിയതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ബസ് സ്റ്റോപ്പിലൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ ആൾക്കാരെയൊക്കെ കയറ്റിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് പൈസ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിങ്ങനെ പതുക്കെ ആൾക്കാരൊക്കെ കയറ്റിയിട്ട് ഇങ്ങനെ പോവാം. ഇത് കൊള്ളാം, പക്ഷേ സ്പീഡും കൂടി ഒന്ന് എനിക്ക് നോക്കണം. സ്പീഡ് 100 കയറുന്നില്ലല്ലോ. 100 കയറാൻ സ്ഥലം കിട്ടിയില്ല. എന്തായാലും ഈ പ്രാവശ്യം കയറുന്നു വിചാരിക്കാം. ഇടയിൽ സ്റ്റോപ്പൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് 100 നോക്കി നോക്കാം. 65 69 74 81 86 95 98 99 ഞങ്ങളെല്ലാം എന്താ കയറാത്ത 100. ഓക്കെ, കൊള്ളാം, നല്ല രസമുണ്ട്, ഓടിക്കാൻ നല്ല രസമുണ്ട്. അയ്യോ, അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ് വന്നു. 100 ബ്രേക്ക് പിടിച്ചാൽ, ബ്രേക്കൊക്കെ വിഷയമാണ്, പിടിച്ചപ്പോൾ നിൽക്കും. അപ്പം നിൽക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ് നിൽക്കും. കുറച്ച് കഴിഞ്ഞിട്ടല്ല കേട്ടോ, അത്യാവശ്യം ബ്രേക്കിങ്ങൊക്കെ കൊള്ളാം. ഗെയിമിൽ എല്ലാ വണ്ടികളും നമ്മൾ വാങ്ങിച്ചു എന്നുകൊണ്ടില്ല. ആകെ 3 വണ്ടിയല്ലേ ഉള്ളൂ. അതെ, ആകെ 3 വണ്ടിയുള്ളൂ. അത് 3 നമ്മൾ വാങ്ങി. അയ്യോ, ഇതേ വണ്ടിക്ക് കാട്ടിലൊക്കെ പോകണേ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് നിർത്താൻ വേണ്ടി നോക്കിയതാണ്. ബ്രേക്ക് പിടിക്കാൻ മറന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നല്ല രസമുണ്ടല്ലേ, കൊള്ളാം. ഒരു ഒറിജിനാലിറ്റി ഉണ്ട് KSRTCയുടെ. എന്തൊക്കെയോ ചെറുതായിട്ട് എവിടെയോ മിസ്സിങ് ഉള്ള പോലെ ഉണ്ട്. എന്നാലും കാണാൻ നല്ല പെട്ടെന്ന് കണ്ട KSRTC ആ ലുക്കുണ്ട്. മുമ്പിലത്തെ ഇവിടെ എന്തോ ഒരു മിസ്സിങ് ഇല്ലേ, എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യാം. ഈ മുമ്പിൽ കാറ് വന്നിട്ടുണ്ടോ? നമ്മൾ ലോങ് സൈഡിലാണ് കയറി നിർത്തിയത്, അതുകൊണ്ട് മുമ്പിൽ കാറൊക്കെ വരും. അയ്യോ, നമ്മുടെ ഇതല്ല വ്യൂ മാറിപ്പോയി. ഓക്കെ, ഇതാണ് നമ്മുടെ വ്യൂ. സ്റ്റിയറിംഗ് ഒക്കെ കൊള്ളാം. നമ്മുടെ KSRTC സ്റ്റിയറിംഗ് കറക്റ്റ് അതേപോലെ തന്നെയുണ്ട്. വലിയ സ്റ്റിയറിംഗ്, മറ്റേ തടി കുറഞ്ഞ വലിയ സ്റ്റിയറിംഗ്. അശോക് ലൈലാൻഡ് അല്ലേ ഇത്, അതുകൊണ്ട്. അപ്പോൾ ബാക്കി സംഭവങ്ങളൊക്കെ കൊള്ളാം. KSRTC മൊത്തത്തിൽ അടിപൊളിയാണ്. സ്പീഡും 100 കയറുന്നുണ്ട്. അയ്യോ, അതിൻ്റെ ഇടയിൽ സ്റ്റോപ്പ്. ഓക്കെ, ഇവിടെ നിർത്താം. മഹാത്മാഗാന്ധി മെമ്മോറിയൽ അങ്ങനെ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടില്ല ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ. ഒരു മിനിറ്റ് അത് നോക്കിയിട്ട് പോവാം. കാണില്ലല്ലോ. മഹാത്മാഗാന്ധി മെമ്മോറിയൽ ബസ് സ്റ്റോപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളത് ഞാനിപ്പോഴാണ് കാണുന്നത്. എന്തായാലും കൊള്ളാം.
ഇത് മൊത്തത്തിലൊരു മലയാളി ഗെയിമല്ലേ, കൊള്ളാലേ, നല്ല രസമുണ്ട്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഈ ഗെയിമാണ് കൂടുതൽ കളിക്കുന്നത്. ഇതിൽ മറ്റേ മോഡും കൂടി വന്നാൽ സെറ്റപ്പ് ആവും. അതായത് നമ്മുടെ ബസ്സിൻ്റെ മോഡായിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാറുകൾ അങ്ങനത്തെ മോഡുകളും കൂടി വന്നാൽ അടിപൊളിയാവും ഗെയിം, വേറെ ലെവലാവും. നമ്മുടെ ഇടയിൽ കൂടെ ഇതേപോലെ കാടിൻ്റെ ഇടയിൽ കൂടെ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് പോകണം. അപ്പോൾ പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്ത ബസ് സ്റ്റോപ്പ് എത്തിയിട്ട് ഇവിടെ നിർത്താം. അയ്യോ, നിർത്തിയത് അപ്പുറത്തായി പോയി തോന്നുന്നു. അപ്പോൾ ഇനി എത്ര ദൂരം ഉണ്ട് നോക്കട്ടെ. ദൂരം ഒരുപാടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഫുള്ളായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ എന്തായാലും കുറച്ചും കൂടി ഡ്രൈവ് ചെയ്തതിന് ശേഷം നമുക്ക് നിർത്താം, അതായിരിക്കും നല്ലത്. ഇത് മൊത്തം ട്രിപ്പ് കഴിയുമ്പോൾ കുറച്ചധികം ടൈം എടുക്കും. 33-44. അപ്പോൾ ആവശ്യം കൂടിയും നമുക്കൊരു ടോപ്പ് സ്പീഡ് നോക്കിയതിന് ശേഷം, അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലൊന്നും നിർത്തുന്നില്ല. ഇനി ടോപ്പ് സ്പീഡ് നോക്കലാണ് നമ്മുടെ അടുത്ത പരിപാടി. ബസ് സ്റ്റോപ്പിലൊന്നും ഇനി നിർത്തൂല. ഇനി ആദ്യം കൈ കാണിക്കേണ്ട, കൈ കാണിച്ചിട്ട് കാര്യമില്ല. അയ്യോ, വഴിയെത്തിപ്പോയി, ഇങ്ങോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ടോപ്പ് സ്പീഡ് നോക്കാം. അവിടെ ബസ് സ്റ്റോപ്പുണ്ട്, ബസ് സ്റ്റോപ്പൊക്കെ അവിടെ നോക്കിയിരുന്നു, നിർത്തത്തില്ല. അപ്പം ഇനി 71. പക്ഷേ കുറച്ച് സ്ട്രൈറ്റ് റോഡ് കിട്ടിയെങ്കിൽ കറക്റ്റ് പോകുമായിരുന്നു. ചെറിയ ചെറിയ വളവുകൾ. അടുത്ത ബസ് സ്റ്റോപ്പ് അയ്യോ, അതുപടി നിർത്തൂല. 88, 92, 95, 96. ശേ, പോയി, സ്പീഡ് പോയി. മൊത്തം വളവുകളാണല്ലോ, അല്ലെങ്കിൽ നല്ല സ്ട്രൈറ്റ് റോഡ് കിട്ടിയെങ്കിൽ നല്ല സുഖമായിട്ട് 100 കയറ്റായിരുന്നു. 100 കയറില്ല, വളവോട് വളവായിപ്പോയി. ഇപ്പോൾ ഇത് ഫുള്ള് വളവാണല്ലോ. ഇതിൽ പിന്നെ മാപ്പും കൂടി വന്ന അടിപൊളി. നമുക്ക് ഇഷ്ടമുള്ള മാപ്പ് ആഡ് ചെയ്യാനുള്ള സംഭവം, അത് രണ്ടും കൂടി വരാനുള്ള മാപ്പും അതേപോലെ തന്നെ മോഡും കൂടി വന്ന ഗെയിം വേറെ ലെവലാവും. ഇപ്പോഴും വേറെ ലെവൽ തന്നെയാണ്, രക്ഷയില്ലാത്ത ഗെയിമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും കൂടി വന്നാൽ സെറ്റായി, വേറെ ഒന്നും പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം മോഡുകളും ഇത് ലിവറികളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതൊക്കെ വന്നല്ലോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വരും. ഈ വളവ് കാരണം സ്പീഡ് കയറുന്നില്ല, 95 നിൽക്കുകയാണ്. നമ്മൾ പ്രാവശ്യം 100 കയറിയില്ല നേരത്തെ, 100. അതെ, 100 പ്രാവശ്യം കയറി. അപ്പോൾ 100 കയറും. അപ്പോൾ എത്ര പേരെ കയറുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതോട് നേരെ കിട്ടണില്ല. വളവോട് വളവായ കാരണം സ്പീഡ് കറക്റ്റ് നിൽക്കണമില്ല. നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോയി നോക്കാം. 100 കയറി. ഇതിൻ്റെ ഇടയിൽ കൂടെ അയ്യോ, ഇടയിൽ കൂടെ പോകാൻ പോയിട്ട് വണ്ടിയുടെ ഇടയിലായിപ്പോയി. അപ്പം ഇനി ഇവിടെ എത്തിച്ചിട്ട് ഒന്നും കൂടി 100 വരെ എത്തി. 100ൻ്റെ അപ്പുറത്തേക്ക് എത്ര വരെ പോകും എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിന് പറ്റിയ റോഡ് ഇവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കുറച്ചും കൂടി ഓടിച്ച് നോക്കാം. 65, 66, 70, 74. ഇതിൽ പിന്നെ വണ്ടിക്ക് അങ്ങനെ കേടൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു. സാധാരണ നമ്മുടെ ബസ്സിൻ്റെ ഗെയിമിലൊക്കെ കേടൊക്കെ പറ്റാറുണ്ടല്ലോ. ഇതിൽ ഇടിച്ചാലും വലിയ വ്യത്യാസമൊന്നും കാണാറില്ല. 96. ഓക്കെ. നല്ല സ്പീഡായിട്ട് വരും. അപ്പുറത്തുനിന്ന് വണ്ടി വരും, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ വളവ് വരും. ഇത് 100 എടുക്കാൻ സമ്മതിക്കുന്നു തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും കുറച്ച് നേരം കൂടി നോക്കാം. അങ്ങനെ പോയി നമ്മൾ റൂട്ട് ചെറുതായിട്ട് മാറിപ്പോയി തോന്നുന്നു. എന്തായാലും കുഴപ്പമില്ല, നമ്മളിപ്പോൾ സ്പീഡ് നോക്കാനാണല്ലോ പോണേ. എന്തായാലും ഗെയിം ജയിക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാൻ മതി. അപ്പോൾ അടുത്ത കാറ് വരുന്ന അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് തിരിച്ചു പോയാലോ? അതാകുമ്പോൾ കുറച്ചും കൂടി വണ്ടി കുറവായിരിക്കും, പിന്നെ വഴിയും കറക്റ്റായിരിക്കും. എന്തായാലും ഓടിക്കുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നേർവഴിക്ക് പോകാം. അപ്പോൾ ഈ വഴി വണ്ടി കുറവായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ധാരണ. നോക്കട്ടെ. 54, 58, 100 അല്ല 100 65. ഓക്കെ. ഇവിടെ വണ്ടികൾ കുറച്ച് കുറവാട്ടെ. നമ്മൾ പോയിരുന്ന വഴി ലോങ് റൂട്ടായിരുന്നു. അവിടെയായിരുന്നു വണ്ടികൾ കൂടുതൽ. 94. ഓക്കെ. 97. 100. അപ്പോൾ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് കണ്ട. എന്നാലും കുഴപ്പമില്ല. ജസ്റ്റ് മിസ്. അയ്യോ, എത്ര പേര് സ്പീഡ് കയറിയെന്ന് ഞാൻ നോക്കാൻ മറന്നു. അപ്പോൾ ഒന്നും കൂടിയും വൺസ് മോർ, നമ്മൾ കുറേ നേരമായി വൺസ് മോർ. എന്തായാലും
എന്തായാലും കളിച്ചു തുടങ്ങിയില്ലേ. ഇപ്പോൾ 100 എത്ര പോകുന്നു നോക്കട്ടെ KSRTC. ബാക്കി വണ്ടികളൊന്നും നമ്മളിങ്ങനെ സ്പീഡ് ടെസ്റ്റിങ് നോക്കിയിട്ടായിട്ട് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക എത്രയാണ് ഇതിലത്തെ ടോപ്പ് സ്പീഡ് എന്നുള്ളത്. അവിടെ നിന്ന് ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കണ്ട നമ്മുടെ സ്പീഡ് ടെസ്റ്റ് നോക്കാൻ വെച്ചാൽ സമ്മതിക്കൂല. അത് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കാം. 60 വിട്ട് പോകണില്ലല്ലോ. 100 വല്ലപ്പോഴും എത്തും. അപ്പോഴേക്കും അടുത്ത വണ്ടി വരും. ഏകദേശം നമ്മൾ 100 കടത്തും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ നടക്കൂല. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. ഞാൻ പിന്നെ ടോപ്പ് സ്പീഡൊക്കെ നോക്കണേ. ഇടയ്ക്ക് ഗെയിം കളിക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ, നല്ല റൂട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങളാരെങ്കിലും എത്ര സ്പീഡ് മാക്സിമം ഇതിലുള്ളതെന്ന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. എന്താണ് ഇവിടെ ബ്ലോക്കായ? ഓക്കെ അല്ലേ? എന്താ കയറാത്തേക്ക്? ഇത് വണ്ടി സ്റ്റക്കായ സ്റ്റക്കാവാൻ മാത്രമൊന്നുമില്ലല്ലോ. ഇത് വേഴ്സ് പോവോ? അടിപൊളി, വണ്ടി മൊത്തത്തിൽ സ്റ്റക്കായി. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലേ വീഡിയോ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്യുന്നത് പുതുത്ത വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലിവറി ആഡ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ലിവറി മുമ്പ് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഒറ്റ ലിവറി മാത്രമായിരുന്നു, കൊമ്പൻ്റെ മാത്രമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാ ലിവറികളും ഒറ്റ സ്ഥലത്ത് നിന്ന് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഗെയിമിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. BSK കമ്പാനിയൻ മോഡ്സ് ആൻഡ് ലിവറി എന്നാണ് ആ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്നുണ്ട് BSK എന്നിങ്ങനെ വേണ്ടിയിട്ട് ഫോട്ടോ വരും. പിന്നെ അതേപോലെ തന്നെ ഇതേപോലെ BSK കമ്പാനി എന്ന് പറഞ്ഞിട്ട് ലോഡായിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഇൻ്റർഫേസ്. അപ്പോൾ ആദ്യം തന്നെ ഒരു യൂസർ ID ടൈപ്പ് ചെയ്യാൻ വരും. അപ്പോൾ ഈ യൂസർ ID കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബസ് സിമുലേറ്റർ, കേരള ബസ് സിമുലേറ്റർ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഗെയിം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് കുറേ ചെറിയ നമ്പറുകൾ കാണാം. ടെക്സ്ചർ ക്വാളിറ്റി എന്ന് എഴുതിയതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് കുഞ്ഞു കുറേ നമ്പറുകൾ. അതിൻ്റെ സൈഡിൽ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് കോപ്പി ചെയ്യാം. അവിടെ അമർത്തിയാൽ മതി. അപ്പോൾ കോപ്പി ആയിക്കോളും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ലിവറി എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ലിവറികൾ കാണാൻ പറ്റും. ബ്യൂട്ടി, ഖലീഫ, ജയ്ഗുരു, കൊമ്പൻ, അങ്ങനെ ഇഷ്ടം പോലെ, മൂൺലൈറ്റ്, അങ്ങനെ ഇഷ്ടം പോലെ ലിവറികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വെച്ചാൽ ആ ഒരു ലിവറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഖലീഫ, കൊമ്പൻ, ഇതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബ്യൂട്ടി എടുക്കുകയാണ്. ബ്യൂട്ടി എടുത്തതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഗെറ്റ് കോയിൻസ് എന്നുകൊണ്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അത് ആഡ് കാണേണ്ടി വരും. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ആഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയിട്ട് അപ്പോൾ ഇവിടെ സേവ് ഇടുന്ന വേണ്ടി കാണാൻ പറ്റും. ലൊക്കേഷൻ എവിടെയാണ് സേവ് ആയെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡൗൺലോഡിൽ BSK കമ്പാനി എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാവും. അവിടെയാണ് സേവ് ആവുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് മൈ ഫയൽസ് എടുത്തതിന് ശേഷം ഡൗൺലോഡ് എടുത്തു. അതിൽ BSK കമ്പാനിയൻ എടുത്തു. നമ്മുടെ ലിവറി ഇവിടെ ഡൗൺലോഡ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യാം. ഗെയിം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പ്ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. BSK 3 സെലക്ട് ചെയ്യുക. BSK 3 സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും സൈഡിലായിട്ട് ആഡ് സ്കിൻ എന്നുകൊണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ലിവറി സെലക്ട് ചെയ്തെടുക്കുക. നിങ്ങളുടെ ലിവറി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ കാണുന്നില്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡിൻ്റെ ഉള്ളിൽ BSK കമ്പാനിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ജസ്റ്റ് ഡൗൺലോഡിലോട്ട് ഇട്ടാൽ മതി. ആ ഫോൾഡറിൻ്റെ ഉള്ളിലാകുമ്പോൾ ചിലപ്പോൾ ഇതിൽ കാണുന്നുണ്ടാവില്ല. അപ്പോൾ അത് സെറ്റ് ആയിട്ട് അപ്പോൾ ഇനി നമുക്ക് കസ്റ്റമൈസേഷനിലെ ഗാരേജ് എടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ലിവറി ഇവിടെ ഇതിലേതെങ്കിലും ഒരെണ്ണാവും. ജസ്റ്റ് നോക്കട്ടെ. ഖലീഫ, ബ്യൂട്ടി, ഇതാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് ബ്യൂട്ടി, രാജഗൗഡ. പിന്നെ അതിന് മുമ്പ് ഞാൻ ആഡ് ചെയ്തതാണ് ഖലീഫ. പിന്നെ നമ്മൾ ഓൾറെഡി ഉള്ള കുറച്ച് ലിവറികളും, പിന്നെ കൊമ്പൻ്റെ ഒരു ലിവറി ആഡ് ചെയ്തിട്ടുണ്ട്. ജയ്ഗുരും കൂടി ഇനി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.
ഹലോ ഫ്രണ്ട്സ്, ഞാൻ സൈസിൻ്റെ പുത്തുമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കേരള ബസ് സിമുലേറ്ററിൽ, അതായത് ബസ് സിമുലേറ്റർ കേരളയിൽ നമുക്ക് ലോറി മോഡ് എങ്ങനെ ആഡ് ചെയ്യാനാണ്. ഒരു പച്ച കളറിൽ അശോക് ലൈലാൻഡിൻ്റെ ഒരു ലോറിയുടെ ഒരു അടിപൊളി മോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാനും, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗെയിം പ്ലേ വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ആഡ് ചെയ്യാൻ നോക്കാം. ലോറിയുടെ മോഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, ഒരു വീഡിയോയുടെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആയി ഇതേപോലെ ഒരു വീഡിയോ ആയിരിക്കും വരാം. അപ്പോൾ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കുമ്പോൾ ഷെയർ മോഡ്സിൻ്റെ ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെവിടെ ഷെയർ മോഡ്സ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഗെയിംസ് BS6 ലോറി KL ലോറി 17 MB ആണ്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് കൊടുത്ത സംഭവം സെറ്റായി ഡൗൺലോഡായി. 17 MB ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൈ ഫയൽസ് എടുക്കുക, എക്സ്ട്രാക്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇതെങ്ങനെ ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക. ആഡ് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് കസ്റ്റമൈസ് എടുക്കുക, ഇവിടെ ജസ്റ്റ് പ്ലെയർ എടുക്കുക. പ്ലെയർ എടുക്കുമ്പോൾ ഏറ്റവും അടിയിലത്തെ പ്ലെയർ എടുക്കണം, അതായത് ട്രാഫിക്കിൻ്റെ തൊട്ട് മുകളിലുള്ള പ്ലെയർ എടുത്തതിന് ശേഷം ഇവിടെ ആഡ് ന്യൂ മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫയൽസ് ഓപ്പൺ ആയിട്ട് വരും. ഫയൽസിൽ ഡൗൺലോഡ് എടുക്കുക. അതിൽ ഇവിടെ SNP ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ കാണാൻ പറ്റും. അതിൽ നമ്മുടെ രണ്ടാമത്തെ ഫയലാണ് സംഭവം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മോഡ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത്, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്തതാണ്. ഇങ്ങനെയാണ് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാരേജ് എടുക്കുമ്പോൾ സംഭവം അവിടെ കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് കാണിച്ചു തരാം. എവിടെ ഇതാണ് വണ്ടി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഇത് റെൻറ്റ് 5000 രൂപ കൊടുത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി, പച്ചക്കളർ ലോറി. കൊള്ളാം, നല്ല ലോറിയാണ്. ഇൻറ്റീരിയർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇൻറ്റീരിയർ കാണിച്ചു തരാം. എവിടെ പോയി ഇൻറ്റീരിയർ എടുക്കുക. ഇതാണ് ഇൻറ്റീരിയർ ചെയ്യുന്നത്. അശോക് ലൈലാൻഡിൻ്റെ സ്റ്റിയറിങ്ങും സംഭവങ്ങളൊക്കെ കൊള്ളാം. ഈ ഒരു വ്യൂ ഇട്ടിട്ട് നമുക്ക് എന്തായാലും ഇനി കുറച്ച് നേരം ഓടിച്ച് നോക്കാം. പിന്നെ അതേപോലെ തന്നെ കണ്ട സ്റ്റിയറിങ്ങൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളിയായിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ജസ്റ്റ് സൗണ്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടും അതേപോലെ തന്നെ ഓടിക്കുന്ന സൗണ്ടൊക്കെ ഒന്ന് കേൾപ്പിച്ചു തരാം. അപ്പോൾ നമ്മളങ്ങനെ ലോറി സ്പീഡ് 100 ഒക്കെ കയറ്റി സംഭവം അടിപൊളിയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് വ്യൂ ഞാൻ ഇങ്ങനെ കുറച്ച് നീക്കി വെച്ചാട്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം, എങ്ങനെയാണെങ്കിലും വെച്ച് ഓടിക്കാം. എന്തായാലും സംഭവം കൊള്ളാം, നല്ല രസമുണ്ട്. 100 കയറി. അപ്പോൾ അടിപൊളിയാണ്. 100 മുകളിൽ കയറുന്നോണു. അപ്പോൾ എന്തായാലും ഇത്ര ഉണ്ടായാലോ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.